What is social science research? Sciences are broadly divided into natural or physical science and social sciences. Social science includes various disciplines dealing with human life, human behavior, social groups and social institutions. എന്താണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്? സോഷ്യൽ സയൻസ് ഇൻക്ലൂഡ്സ് വേരിയസ് ഡിസിപ്ലിൻസ് ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ലൈഫ്, ഹ്യൂമൻ ബിഹേവിയർ, സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ സാമൂഹ്യ സ്ഥാപനങ്ങളെയും സാമൂഹ്യ കൂട്ടായ്മകളെയും മനുഷ്യന്റെ സ്വഭാവത്തെയും മനുഷ്യ ജീവിതത്തിനെയും ഡീൽ ചെയ്യുന്ന, പരിശോധിക്കുന്ന വിവിധ വിഷയങ്ങളെ നമുക്ക് സോഷ്യൽ സയൻസ് എന്ന് പറയാം. സയൻസ് എന്ന് പറയുന്ന പദം ഇവിടെ ചേർത്തത് എന്തിനാണ്? സയൻസ്, വാട്ട് ഈസ് സയൻസ്? സയൻസ് മീൻസ് general principles about a phenomenon derived from empirical observations. Such general principles can be repeatedly tested by persons competent to do so. What is the essence of science? The essence of science is the general propositions of universal validity. നമ്മൾ സോഷ്യൽ സയൻസ് ആണ് എന്ന് പറയുന്നു, പൊളിറ്റിക്കൽ സയൻസ് ആണ്, സോഷ്യൽ സയൻസ് ആണെന്നെല്ലാം പറയുന്നു. എന്താണ് സയൻസ്? സയൻസ് മീൻസ് ജനറൽ പ്രിൻസിപ്പിൾസ് അബൌട്ട് എ ഫിനോമിനൻ ഡിറൈവ്ഡ് ഫ്രം എംപിരിക്കൽ ഒബ്സർവേഷൻ. എംപിരിക്കൽ ഒബ്സർവേഷൻ സോഷ്യൽ സയൻസിലും അത് പ്രായോഗികമാണ്. അപ്പോൾ പ്രായോഗികമായ നിരീക്ഷണങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ രൂപപ്പെടുന്ന പൊതുധാരണകളെ അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾസിനെ, പൊതു തത്വങ്ങളെയാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിനെ പഠിക്കുന്നതിനെയാണ്, നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ഒരു കാര്യത്തിനെ പഠിച്ചെടുക്കുന്നതിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? സച്ച് ജനറൽ പ്രിൻസിപ്പിൾസ്, അങ്ങനെ രൂപപ്പെടുത്തിയ സിദ്ധാന്തങ്ങളും മൂല്യങ്ങളും ക്യാൻ ബി റിപ്പീറ്റഡ്ലി ടെസ്റ്റഡ് ബൈ പേഴ്സൺസ് കമ്പീറ്റന്റ് ടു ഡു സോ. അതിന് നമുക്ക് വീണ്ടും വിലയിരുത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ പൊതുതത്വങ്ങളെ പിന്നെയും മൂല്യനിർണയത്തിന് വിധേയമാക്കിയാൽ ഏകദേശം അതേ റിസൾട്ട് തന്നെ കിട്ടുകയാണ് എങ്കിൽ അത്തരം ക്വാളിറ്റിയുള്ള വിഷയങ്ങളെയാണ് സയൻസ് എന്ന് പറയാൻ പറ്റും. The essence of science is the general propositions of universal validity. അപ്പോൾ നമ്മൾ അങ്ങനെ രൂപപ്പെടുത്തിയ, നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ രൂപപ്പെടുത്തിയ പൊതുതത്വങ്ങൾ അതെങ്ങനെയുള്ളതാണ്? യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ളതായിരിക്കും. The essence of science is the general propositions of universal validity. സാർവത്രിക മൂല്യമുള്ള പൊതുധാരണ രൂപപ്പെടുത്തുക എന്നതാണ് സയൻസിന്റെ പ്രത്യേകത. സാർവത്രികം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമായ ജനറൽ പ്രൊപ്പോസിഷൻസ്, പൊതുധാരണ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് സയൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സോഷ്യൽ സയൻസ് ആണ്. അപ്പൊ സോഷ്യൽ സയൻസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധ്യമാകണം, അല്ലെങ്കിൽ അതിനെ സയൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ സാർവത്രിക മൂല്യമുള്ള, യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ള പ്രൊപ്പോസിഷൻസ്, ജനറൽ പ്രൊപ്പോസിഷൻസ് രൂപപ്പെടുത്തുക. ഏതുവഴി? എംപിറിക്കൽ എക്സ്പെരിമെന്റ് ആൻഡ് ഒബ്സർവേഷൻ വഴി. എക്സ്പെരിമെന്റ് നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റില്ല, എന്നാൽ എംപിറിക്കൽ ഒബ്സർവേഷൻസ് വഴി രൂപപ്പെടുത്തുന്നതിനെയാണ് സയൻസ് എന്ന് പറയാൻ പറ്റുക. എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ബേസിക്സ് ഓഫ് എ സയന്റിഫിക് മെത്തേഡ്? റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണല്ലോ, സയന്റിഫിക് മെത്തേഡാണ്. എന്തൊക്കെയാണ് റിസർച്ചിന്റെ ഒരു സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്? സോഷ്യൽ സയൻസ് റിസർച്ച് ആയാലും എന്ത് റിസർച്ച് ആയാലും. ഒന്ന്, റിലയൻസ് ഓൺ എംപിരിക്കൽ എവിഡൻസ്. പ്രായോഗികമായി, എംപിറിക്കലായി കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുക. അപ്പോൾ പ്രായോഗിക തെളിവുകളിൽ വിശ്വാസമർപ്പിച്ച് നടത്തുന്ന പഠനമാണ് സയൻസ് എന്ന് പറയുന്നത്. രണ്ട്, യൂസ് ഓഫ് റെലവന്റ് കൺസെപ്റ്റ്. യാഥാർത്ഥ്യ ബോധമുള്ള സങ്കല്പങ്ങളെ മാത്രം ഉപയോഗിക്കുക, റെലവന്റ് ആയിട്ടുള്ള സങ്കല്പങ്ങളെ ഉപയോഗിക്കുക. മൂന്ന്,
കമ്മിറ്റ്മെന്റ് ടു ഒബ്ജക്റ്റിവിറ്റി, അതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി. എനിക്ക് തോന്നിയതുപോലെ പറയലല്ല, കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി സമീപിക്കുക. 4, എത്തിക്കൽ ന്യൂട്രാലിറ്റി. എൻ്റെ പാർട്ടിക്കാർക്ക് വേണ്ടി പറയുക, എൻ്റെ മതത്തിന് വേണ്ടി പറയുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി പറയുക, എന്നെ പൊക്കി പറയുക എന്നെല്ലാം പറഞ്ഞാൽ അത് പക്ഷപാതിത്വം എന്ന് പറയും. സബ്ജക്റ്റിവിറ്റി എന്നാണ് അതിന് പറയുക. നമ്മൾ സബ്ജക്റ്റിവിറ്റി അല്ല വേണ്ടത്, എത്തിക്കൽ ന്യൂട്രാലിറ്റി. ധാർമ്മികമായി നിഷ്പക്ഷനായിരിക്കുക. അത് സയൻസിന്റെ ഒരു പ്രത്യേകതയാണ്. ധാർമ്മികമായി നിഷ്പക്ഷനായിരിക്കുക. എനിക്ക് പല ബോധ്യങ്ങളും ഉണ്ടാവും, ആ ബോധ്യങ്ങളെ പഠനത്തിൽ കൊണ്ടുവരാതിരിക്കുക. അടുത്ത സയൻസിന്റെ പ്രത്യേകത ജനറലൈസേഷൻ, സാമാന്യവൽക്കരിക്കുക. പല ആളുകൾക്കുള്ള ശരിയായ പല ബോധ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും ബാധകമായ തരത്തിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ, സാമാന്യവൽക്കരണം എന്ന് പറയാം. വെരിഫിയബിലിറ്റി, അതാണ് അടുത്ത ഒരു പ്രത്യേകത, സയൻസിന്റെ പ്രത്യേകത. ഒരു സിദ്ധാന്തം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ, ഒരു അറിവ് രൂപപ്പെടുത്തി കഴിഞ്ഞാൽ, ഒരു പ്രബന്ധം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ ടെസ്റ്റ് ചെയ്യുന്നതിന്, അതിനെ വിലയിരുത്തുന്നതിന് യോഗ്യതയുണ്ടായിരിക്കുക. അപ്പോൾ വിലയിരുത്താൻ കഴിയുന്നതായിരിക്കുക. The last one is logical reasoning process. ലോജിക്കൽ റീസണിങ് പ്രോസസ്സാണ് സയൻസ് എന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ യുക്തിസഹമായ അനുമാനങ്ങളെ രൂപപ്പെടുത്തുക. ലോജിക്കൽ റീസണിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ യുക്തിസഹമായ അനുമാന പ്രക്രിയയിലൂടെ കാര്യങ്ങളെ സമീപിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് സയന്റിഫിക് സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ എന്ന് പറയുന്നത്? റിലയൻസ് ഓൺ എംപിറിക്കൽ എവിഡൻസ്, use of relevant concepts, commitment to objectivity, ethical neutrality, generalization, verifiability and logical reasoning process. Logical reasoning process. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്നാണ്. ഇപ്പോൾ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്ട്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2, നാച്ചുറൽ സയൻസസ് ആൻഡ് സോഷ്യൽ സയൻസസ്. Social science includes various disciplines dealing with human life, human behavior, social groups and social institutions. They consist of, ഇപ്പോൾ സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിനെ സമീപിക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ സയൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കതിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി കഴിയില്ല. വി ക്യാൻ ഡിപ്പെൻഡ് ഓൺ അതർ സോഷ്യൽ സയൻസ് for getting a purposeful study material. അപ്പോൾ മറ്റ് വിഷയങ്ങളെയും കൂടെ നമുക്ക് ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉൾപ്പെടാം? ആന്ത്രോപോളജി വരാം, ബിഹേവിയറൽ സയൻസസ് വരാം, കൊമേഴ്സ് വരാം, ഡെമോഗ്രഫി വരാം, എക്കണോമിക്സ് വരാം, എഡ്യൂക്കേഷൻ വരാം, ജോഗ്രഫി വരാം, ഹിസ്റ്ററി, ലോ, ലിംഗ്വിസ്റ്റിക്, മാനേജ്മെന്റ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്ക്, ഇതെല്ലാം സോഷ്യൽ സയൻസസ് ആണ്. നമ്മുടെ സബ്ജക്റ്റ് പൊളിറ്റിക്സ് ആണെന്നേ ഉള്ളൂ. ഈ സയൻസിന്റെ എല്ലാം പ്രത്യേകത ദേ ആർ ഇന്റർഡിപ്പെൻഡന്റ്. വാക്ക് ഇൻഡിപെൻഡന്റ് അല്ല, ഇന്റർഡിപ്പെൻഡന്റ്, പരസ്പര ആശ്രിതമാണ്. പരസ്പര ആശ്രിതമായ സ്റ്റഡീസ് ആണ്. ദേ ആർ ഇന്റർഡിപ്പെൻഡന്റ് സ്റ്റഡീസ് ഓഫ് ദി ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ദി സെയിം ഓബ്ജക്ട്. ഒരേ വസ്തുതയെക്കുറിച്ചുള്ള, ഒരേ സംഭവത്തെക്കുറിച്ചുള്ള അതിന്റെ വിവിധ ആസ്പെക്റ്റുകളെ, വിവിധ വശങ്ങളെ വിവിധ തരത്തിൽ നോക്കിക്കാണുന്ന സബ്ജക്റ്റുകളാണ് ഈ പറഞ്ഞ സോഷ്യൽ സയൻസ് എല്ലാം. ബൈ അപ്ലൈയിങ് സയന്റിഫിക് മെത്തേഡ് ഓഫ് സ്റ്റഡി, ദ സോഷ്യൽ സയൻസസ് ഹാവ് ഗ്രോൺ ആൻഡ് അഡ്വാൻസ്ഡ് മാൻസ് നോളജ് ഓഫ് ഹിംസെൽഫ്. അപ്പൊ ശാസ്ത്രീയമായ പഠനത്തോടുകൂടി സാമൂഹ്യ ശാസ്ത്രങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ വിജ്ഞാനത്തെ കാര്യമായി പരിപോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. Social sciences deals with human beings. What is a peculiar feature of social science? It deals with the life of human beings. It deals with human beings. Human nature and man's environment are so complex that it is more difficult to comprehend and predict human behavior than the physical phenomena. ഫിസിക്സിലുള്ള കാര്യം അല്ലെങ്കിൽ വേണ്ട ബയോളജി, ബോട്ടണി തുടങ്ങിയ സംഗതികളെല്ലാം എടുത്താൽ ഒരു ചെടിയുടെ
പ്രത്യേകത എന്താണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതവർക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയും. ആ ചെടി വളക്കൂറുള്ള സ്ഥലത്ത് നട്ടാൽ എന്ത് സംഭവിക്കും, വളമില്ലാത്ത സ്ഥലത്ത് നട്ടാൽ എന്ത് സംഭവിക്കും എന്നെല്ലാം കൃത്യമായി പറയാം. എന്തുകൊണ്ട് ചെടി ഉണങ്ങിപ്പോകും? പക്ഷേ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ കൃത്യമായി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ നാച്ചർ എന്ന് പറയുന്നത്, മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്, മാൻസ് എൻവയോൺമെന്റ്, മനുഷ്യന്റെ പരിതസ്ഥിതി എന്ന് പറയുന്നത് are so complex that it is more difficult to comprehend and predict human behavior than the physical phenomena. വളരെ കോംപ്ലക്സ് ആണ് മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ പരിസ്ഥിതികളും കലുഷിതമാണ്, അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കോംപ്രിഹെൻഡ്. ഇത് മനസ്സിലാക്കുന്നതിന്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ആരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സയൻസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെ അപേക്ഷിച്ച് മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ പരിസ്ഥിതികളും മനസ്സിലാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നോ ടു പേഴ്സൺസ് ആർ എലൈക്ക്. രണ്ട് വ്യക്തികൾ ഒരിക്കലും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ദ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യോ കൾച്ചറൽ, ടെമ്പറൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. മനുഷ്യന്റെ സ്വഭാവം ഈ പറഞ്ഞ ഘടകങ്ങളാലെല്ലാം തന്നെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. It is difficult to see the underlying uniformities in the diversity of complex human behavior. അപ്പോൾ ഈ കോംപ്ലക്സ് ഹ്യൂമൻ ബിഹേവിയറിൽ നിന്ന് പൊതുതത്വങ്ങൾ, അണ്ടർലൈനിങ് യൂണിഫോമിറ്റീസ്, പൊതുവായ ധാരണകൾ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് to see the underlying uniformities in the diversity of complex human behavior. A controlled experiment which is used in empirical science in general well nigh impossible in social science. അപ്പോൾ കൺട്രോളബിൾ എക്സ്പീരിയൻസ് ആണ് സാധാരണ ഒരു ലബോറട്ടറിയിൽ നടക്കുന്ന പരീക്ഷണങ്ങളെയാണ് കൺട്രോളബിൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. മനുഷ്യനെ അങ്ങനെ ഏതെങ്കിലും ഒരു ലബോറട്ടറിയിൽ പൂട്ടിയിട്ട് പരീക്ഷണം നടത്താൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് സോഷ്യൽ സയൻസിൽ പോസിബിൾ അല്ല. അതുകൊണ്ട് സോഷ്യൽ സയൻസിനെ സയൻസ് എന്നുള്ള രീതിയിൽ കൃത്യമായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ യൂണിവേഴ്സൽ വാലിഡിറ്റിയുള്ള ജനറൽ പ്രൊപ്പോസിഷൻസ് രൂപപ്പെടുത്തിയെടുക്കുന്നതിന് സോഷ്യൽ സയന്റിസ്റ്റുകളായ നിങ്ങളും ഞങ്ങളുമെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ നിരീക്ഷിച്ച് പരീക്ഷിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റായ പരികൽപ്പനകളായിരിക്കും രൂപപ്പെടുക. അതുകൊണ്ട് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ എന്താണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ സയൻസ് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് exploring, analyzing and conceptualizing human life in order to extend, correct or verify knowledge of human behavior and social life. ഒന്നുകൂടി പറയാം. Social science research is a systematic method of exploring, analyzing and conceptualizing human life in order to extend, correct or verify knowledge of human behavior and social life. അടുക്കും ചിട്ടയോടും കൂടി മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തെയും മനുഷ്യ ജീവിതത്തെയും അനലൈസ് ചെയ്ത് സിദ്ധാന്തങ്ങളാക്കി നിലനിൽക്കുന്ന അറിവിനെ പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ പരിഷ്കരിച്ച് അത് മാനവരാശിക്കാകമാനമാക്കി നൽകുന്ന പരിപാടിക്കാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം നിലനിൽക്കുന്ന അറിവിനെ കറക്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് എല്ലാവർക്കുമായി എക്സ്റ്റെൻഡ് ചെയ്യുന്ന അറിവിന്റെ പുതിയ തലം മനുഷ്യർക്ക് ലഭ്യമാക്കുന്ന അറിവ് പ്രക്രിയയാണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, social science research seeks to find explanation to unexplained social phenomena, to clarify the doubtful
ആൻഡ് കറക്റ്റ് ദ മിസ്കൺസീവ്ഡ് ഫാക്ട് ഓഫ് സോഷ്യൽ ലൈഫ്. പോളിൻ യങ് എന്ന് പറയുന്ന ആള് ഇങ്ങനെയാണ് സോഷ്യൽ സയൻസിനെ ഡിഫൈൻ ചെയ്തത്. പോളിൻ PAULINE യങ് YOUNG. പോളിൻ യങ് എന്ന് പറയുന്ന ആള് സോഷ്യൽ സയൻസ് റിസർച്ചിനെ ഡിഫൈൻ ചെയ്തത് സോഷ്യൽ സയൻസ് റിസർച്ച് സീക്സ് ടു ഫൈൻഡ് എക്സ്പ്ലനേഷൻ ടു unexplained social phenomena to clarify the doubtful and correct the misconceived fact of social life. അപ്പോൾ എന്താണ് പറഞ്ഞത്? സാമൂഹ്യ ജീവിതത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വസ്തുതകളെയും ആ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വസ്തുതകളെ കറക്റ്റ് ചെയ്യുന്നതിനും നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളെ അല്ലെങ്കിൽ തെറ്റായ രീതികളെ ക്ലാരിഫൈ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന പഠന സമ്പ്രദായത്തിനെയാണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് സീക്സ് ടു ഫൈൻഡ് എക്സ്പ്ലനേഷൻ ടു അൺഎക്സ്പ്ലെയിൻഡ് സോഷ്യൽ ഫിനോമിന ആൾസോ. ഇത് സമൂഹത്തിൽ വിശദീകരിക്കപ്പെടാൻ കഴിയാതിരുന്ന പല പ്രശ്നങ്ങളെയും വിശദീകരിക്കാനും ശ്രമിക്കുന്നു എന്ന് പറയും. എന്താണ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. ദ എയിം ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ഈസ് ടു discover new facts or verify and test old facts. The aim of social science research is to discover new facts or verify and test old facts. പുതിയ വസ്തുതകളെ കണ്ടെത്തുക അല്ലെങ്കിൽ പഴയ നിലനിൽക്കുന്ന വസ്തുതകളെ വെരിഫൈ ചെയ്ത് ശരിയാണെന്ന് ഉറപ്പിക്കുക. രണ്ടാമത്തത് എന്താണ്? ഇറ്റ് ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് ഇന്ററാക്ഷൻ വിത്ത് ദി എൻവയോൺമെന്റ് ആൻഡ് ദി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മനുഷ്യ സ്വഭാവത്തെ മനസ്സിലാക്കുകയും ഈ മനുഷ്യ സ്വഭാവം എങ്ങനെയാണ് അതിൻ്റെ പരിസ്ഥിതിയുമായി ഇന്ററാക്ട് ചെയ്യുന്നതെന്നും സാമൂഹ്യ സംഘടനകളുമായി സാമൂഹ്യ വ്യവസ്ഥയുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നതെന്നും പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. The third one is it tries to find out causal connection between human activities and natural laws governing them. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെയും പ്രകൃതി നിയമങ്ങളെയും. അപ്പോൾ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രകൃതി നിയമങ്ങളും ഈ പ്രകൃതി നിയമങ്ങളും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള കാര്യകാരണ ബന്ധങ്ങളും വിശദീകരിക്കുക എന്നുള്ളതാണ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അനദർ പർപ്പസ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ഈസ് ടു ഡെവലപ്പ് ന്യൂ സയന്റിഫിക് ടൂൾസ്, കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് വിച്ച് വുഡ് ഫെസിലിറ്റേറ്റ് റിലയബിൾ ആൻഡ് വാലിഡ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ലൈഫ്. അപ്പോൾ പുതിയ ടൂൾസും സങ്കല്പങ്ങളും സിദ്ധാന്തങ്ങളും ഡെവലപ്പ് ചെയ്യുകയും അത് മനുഷ്യന്റെ സ്വഭാവത്തെയും സാമൂഹ്യ ജീവിതത്തെയും പഠിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ മറ്റൊരു ലക്ഷ്യം. അപ്പോൾ എന്തൊക്കെയാണ്? ഈസ് ടു ഡിസ്കവർ ന്യൂ ഫാക്ട്സ് ഓർ വെരിഫൈ ആൻഡ് ടെസ്റ്റ് ഓൾഡ് ഫാക്ട്സ്, ടു അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് ഇന്ററാക്ഷൻ വിത്ത് ദി എൻവയോൺമെന്റ് ആൻഡ് ദി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Third one is tries to find out causal connection between human activities and natural laws governing them. And fourth one and last one is research. The purpose of social science research is to develop new scientific tools, concepts and theories which would facilitate reliable and valid study of human behavior and social life. അടുത്ത് നമ്മൾ നോക്കേണ്ട പ്രധാന സംഗതി ഫങ്ഷൻസ് ഓർ യൂസ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. എന്തൊക്കെയാണ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്തൊക്കെയാണ്? ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ജോലി, അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്.
ഒന്ന് അതിങ്ങനെ നമുക്ക് അതിനെ പറയാൻ പറ്റും. ഒന്ന് ഇതിന്റെ പ്രധാനപ്പെട്ട ഇത് ഡിസ്കവറി ഓഫ് ഫാക്ട്സ് ആൻഡ് ദെയർ ഇന്റർപ്രിട്ടേഷൻ. സെക്കൻഡ് വൺ ഈസ് ഡയഗ്നോസിസ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ദെയർ അനാലിസിസ്. ദ തേർഡ് വൺ ഈസ് systematization of knowledge, and fourth one is control over social phenomena. Fifth one is prediction. Sixth one is development planning, and the seventh one is social welfare. So what are the use of social science researchers? The use of social science research അല്ലെങ്കിൽ the functions of social science research are discovery of facts and their interpretation, diagnosis of problem and their analysis, systematization of knowledge, control over social phenomena, prediction, development planning, social welfare. ഇനി ഇതിന്റെ സ്കോപ്പ് എത്രത്തോളം വിശാലമാണ് എന്തൊക്കെയാണ് സോഷ്യൽ സയൻസ് റിസർച്ചിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ദ ഫീൽഡ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ആർ വിർച്വലി അൺലിമിറ്റഡ് ആൻഡ് ദ മെറ്റീരിയൽസ് ഓഫ് റിസർച്ച് എൻഡ്ലെസ്. അനന്തമായ സാധ്യതകളാണ് സോഷ്യൽ സയൻസ് റിസർച്ചിനുള്ളത്. മെറ്റീരിയൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്, ആവശ്യം പോലെ മെറ്റീരിയൽ. എവരി ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ ഫിനോമിന, എവരി ഫേസ്, PHAC, ഫേസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, and every stage of past and present, development are materials for the social sciences. അപ്പൊ ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നറിയാമോ? കാൾ പിയേഴ്സൺ, KARLPEARSON, കാൾ പിയേഴ്സൺ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ദ ഗ്രാമർ ഓഫ് സയൻസ്. ഒരുപക്ഷെ നെറ്റിന്റെ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചേക്കാം, ദ ഗ്രാമർ ഓഫ് സയൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? കാൾ പിയേഴ്സൺ. ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം സ്കോപ്പ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിനെ ഇങ്ങനെയാണ് പറഞ്ഞത്: ദ ഫീൽഡ്സ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ആർ വിർച്വലി അൺലിമിറ്റഡ് ആൻഡ് ദ മെറ്റീരിയൽസ് ഓഫ് റിസർച്ച് എൻഡ്ലെസ്. എവരി ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ ഫിനോമിന, എവരി ഫേസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് എവരി സ്റ്റേജ് ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഡെവലപ്മെന്റ് ആർ മെറ്റീരിയൽസ് ഫോർ ദി സോഷ്യൽ scientist. The area of research in various social sciences, നമുക്ക് എവിടെ നോക്കിയാലും കണ്ടുപിടി, എന്ത് കാര്യങ്ങൾ നോക്കിയാലും അതിന് സോഷ്യൽ സയൻസുമായി ബന്ധം കാണും. അതെല്ലാം സോഷ്യൽ സയൻസിന്റെ ഭാഗമാക്കി മനസ്സിലാക്കണം. ഇനി സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. സോഷ്യൽ സയൻസ് റിസർച്ച് കോൾസ് ഫോർ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പരസ്പരാശ്രിതമാണ്, പരസ്പര പൂരകങ്ങളാണ്. ബിക്കോസ് ഹ്യൂമൻ ലൈഫ് കനോട്ട് ബി കമ്പാർട്ട്മെന്റലൈസ്ഡ് ഇൻ ടു സൈക്കോളജിക്കൽ, സോഷ്യൽ, എക്കണോമിക് ഓർ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ്. അപ്പോൾ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പ്രത്യേകം മാറ്റി നിർത്താൻ വേണ്ടി നമുക്ക് കഴിയില്ല. രാഷ്ട്രീയ ജീവിതവും സാമ്പത്തിക ജീവിതവും അതുപോലെ തന്നെ അവന്റെ സാമൂഹ്യ ജീവിതവും മാനസികമായ വ്യാപാരങ്ങളും എല്ലാം തന്നെ ഇന്റർ റിലേറ്റഡ് ആണ്. മാൻ ലീവ്സ് ഇൻ എ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വേൾഡ്. അപ്പോൾ മാൻ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ റിയാലിറ്റി there are no economic, sociological or psychological problems but simply problems and they are complex. യഥാർത്ഥത്തിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രോബ്ലങ്ങളെയും, ഓരോ പ്രശ്നങ്ങളെയും നമുക്ക് വെവ്വേറെ തലക്കെട്ടുകളിൽ വിശദീകരിക്കാൻ കഴിയില്ല. അവയെല്ലാം പ്രശ്നങ്ങളാണ്, മനുഷ്യന്റെ പ്രശ്നങ്ങളാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങളായാലും സാമ്പത്തിക പ്രശ്നങ്ങളായാലും എന്ത് പ്രശ്നങ്ങളായാലും. മിർഡാൽ എന്ന് പറഞ്ഞിട്ടൊരാളാണ്. മിർഡാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗണ്ണർ എം മിർഡാൽ, GUNNAR M ഇനീഷ്യലാണ്, മിർഡാൽ MYRDAL. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഒബ്ജക്ടിവിറ്റി ഇൻ സോഷ്യൽ റിസർച്ച്. ഒബ്ജക്ടിവിറ്റി ഇൻ സോഷ്യൽ റിസർച്ച്. ഇപ്പോൾ ഒബ്ജക്ടിവിറ്റി ഇൻ സോഷ്യൽ റിസർച്ചിൽ ഗണ്ണർ എം മിർഡാൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഒരു തിയറി തന്നെ ഉണ്ട്, സർക്കുലർ ക്യുമുലേറ്റീവ് കോസേഷൻ എന്നാണ്. സർക്കുലർ ക്യുമുലേറ്റീവ് കോസേഷൻ stresses that
No social science by itself is sufficiently self-contained to deal with any social problem. ഒരു സാമൂഹ്യ ശാസ്ത്രവും സ്വന്തമായി അല്ലെങ്കിൽ അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ഒരു സാമൂഹ്യ പ്രശ്നത്തിനെ വിശദീകരിക്കുവാൻ പ്രാപ്തി നേടിയിട്ടില്ല. ആര് പറഞ്ഞതാണ്? ഗണ്ണർ എം മിർഡാൽ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഒബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച്. അദ്ദേഹം അതിലൂടെ പറയുന്ന ഒരു തിയറി ഇതാണ്, സർക്കുലർ ക്യുമുലേറ്റീവ് കോസേഷൻ. അപ്പൊ ഈ സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ എന്താണ്, ഒരു സോഷ്യൽ സയൻസും അതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സാമൂഹ്യ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്ക് വളർന്നിട്ടില്ല, അല്ലെങ്കിൽ അതിന് കഴിയില്ല. ഇറ്റ് ഈസ് അഫക്റ്റഡ്, ഈ സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഈസ് അഫക്റ്റഡ് ക്യുമുലേറ്റീവ്ലി ബൈ എക്കണോമിക്, സോഷ്യോളജിക്കൽ, സൈക്കോളജിക്കൽ, ലീഗൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഫോഴ്സസ് ആൻഡ് ഫാക്ടേഴ്സ്. അപ്പൊ ഇതെല്ലാം ബാധിക്കുന്നതാണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ബാധിക്കുന്നതാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പോവർട്ടി എടുത്തു നോക്കൂ. പോവർട്ടി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പ്രശ്നമാണ്, എക്കണോമിക്കൽ പ്രശ്നമാണ്, സൈക്കോളജിക്കൽ പ്രശ്നമാണ്, നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അതിന് ചരിത്രപരമായ പല പ്രശ്നങ്ങളും കാണും. അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് എങ്ങനെയുള്ള അപ്രോച്ചാണ്? ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഈ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഫെസിലിറ്റേറ്റ്സ് better understanding of the complex level of socio-psychological, economic, political forces intricately interwoven in modern life. അപ്പോൾ ആധുനിക ലോകത്ത് ആധുനിക ജീവിതത്തിനെ ഗ്രസിച്ചിരിക്കുന്ന പരസ്പര പൂരകങ്ങളായ പല പ്രശ്നങ്ങളെയും മനസ്സിലാക്കിയെടുക്കുന്നതിന് പരസ്പര ആശ്രിതമായ, പരസ്പരം ബന്ധപ്പെട്ട ഇന്റർ ഡിസിപ്ലിനറി സോഷ്യൽ സയൻസ് റിസർച്ചിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് നമ്മുടെ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് റിസർച്ച് എന്ന് മാത്രം പറയുക. അപ്പോൾ ഇന്ന് നിങ്ങളോട് സമ്മതിച്ചത് ഇതൊക്കെയാണ് കാര്യങ്ങൾ. വാട്ട് ഈസ് സോഷ്യൽ സയൻസ് റിസർച്ച്, അല്ലെങ്കിൽ വാട്ട് ഈസ് സയൻസ്, വാട്ട് ഈസ് സോഷ്യൽ സയൻസ്, സയൻസിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന സ്വഭാവങ്ങൾ, സോഷ്യൽ സയൻസ് റിസർച്ച് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, functions or use of social science research, scope of social science research, and the interdisciplinary